അപ്പോൾ അതേ നമ്മൾ റോഡിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ്. അവന് കണ്ടിട്ട് രജിസ്റ്റർ അൾട്രാലൈറ്റ് വെയിറ്റ് കാസ്റ്റിംഗ് ഭയങ്കര ഇഷ്ടമായിട്ടാണ്. ജസ്റ്റ് ഒന്ന് പുറത്ത്. അപ്പോൾ ഇതാണ് രജിസ്റ്റർ അൾട്രാലൈറ്റ് വെയിറ്റ് കാസ്റ്റിംഗ് ഉണ്ട്. അവന് BFSൻ്റെ കൂട്ടത്തിൽ യൂസ് ചെയ്യാൻ വേണ്ടിയാണ്ടതേ റോഡിൻ്റെ റിവ്യൂ വീഡിയോ എടുക്കാൻ വന്നിട്ട് നമ്മൾ റോഡ് എടുത്തിട്ട് പോകണുണ്ട് ഇഷ്ടമായിട്ട്. ഓൾറെഡി ഇതിൻ്റെ സ്പിന്നിങ്ങിലും നമുക്ക് നല്ലോണം മീൻ കിട്ടിക്കൊണ്ടിരിപ്പുണ്ട്, വെയിറ്റ് കാസ്റ്റിങ്ങിലും. അപ്പം മീൻ പിടിക്കുമെന്നാണ് പറയണത്, നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ നിർമ്മലയിലെ പുതിയ ലുക്കാനാണ് ബ്രൈഡ് അപ്ഡേറ്റ്സ്. കുറേ അത്യാവശ്യം നല്ല മീഡിയം റേഞ്ച് വില കുറവിൽ വരുന്ന ബ്രൈഡഡ് ലൈൻസ് ബിഗിനേഴ്സിന് പറ്റിയത് കുറേ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ബ്രൈഡഡ് ലൈൻസ് മെയിനായിട്ട് കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു സ്പോട്ടിൽ നിന്ന് നേരെ നിർമ്മലയ്ക്ക് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നിർമ്മലയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ റയാനുണ്ട് കൂടെ കേട്ടോ, അവൻ സാധനങ്ങൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മളിതേ ഒരു നെറ്റ് എടുക്കുന്ന വീഡിയോ എടുക്കുക, ഒരു വല എടുക്കുന്ന വീഡിയോ എടുക്കാൻ വേണ്ടി വന്നേക്കണം കേട്ടോ. ഓക്കെ, ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ റക്സൻ. വെൽക്കം ടു മൈ ചാനൽ ടാക്കിൾസ് വ്ലോഗ്സ്. ടാക്കിൾസ് വ്ലോഗ്സിൽ പുതിയൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു വല, സ്വന്തമായിട്ട് നമ്മളൊരു വല എടുക്കാൻ വേണ്ടി വന്നേക്കണം. ആദ്യമായിട്ട് ഒരു ചൈനീസ് വലയാണ്. പ്ലസ് കഴിഞ്ഞ പ്രാവശ്യം കുറേ എൻക്വയറി വന്നാൽ ഹിന്ദിക്കാർ വിളിച്ചു ചോദിച്ചായിരുന്നു. ആ ടൈപ്പ് ഒരു അൾട്രാലൈറ്റ് റോഡും റീലും ഉണ്ട് നമ്മുടെ മുമ്പിലുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു, കുറച്ച് എനിക്ക് തീരുമാനം അറിയില്ല. ഒരാഴ്ച നമ്മൾ വന്നത് ഇന്ന് തന്നെ അതും കൂടി ഒന്ന് പരിചയപ്പെടാം. മെയിലാണ്ടോ ഇന്ന് മെയിലോട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ സ്പൈനിയുടെ കുറേ കളക്ഷൻ കാണാൻ കഴിഞ്ഞ്, ബെയ്റ്റ് ഹാങ്ങറിൻ്റെ ജിഗഡിൻ്റെ കുറച്ചധികം കളക്ഷൻ കാണാൻ കഴിഞ്ഞ്, പിന്നെ നമ്മുടെ റിസ്റ്ററിൻ്റെ ബെയ്റ്റ് കാസ്റ്റിംഗ് വെർഷനും സ്പിന്നിങ്ങിൻ്റെ വെർഷനും നമുക്കിവിടെ അവൈലബിൾ ആയിരുന്നു. ഇതിൻ്റെ ഒന്നിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമ്മൾ ഇപ്പോൾ കിടക്കുന്നില്ല. നമ്മൾ നേരെ ബ്രൈഡഡ് ലൈൻ സെക്ഷനിലേക്ക് പോയിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിൽ അപ്ഡേറ്റ് ചെയ്യാം. ഇതിൻ്റെ ബാക്കിയുള്ള വീഡിയോസ് നമ്മൾക്ക് ഇന്നിപ്പോൾ ഇത്തിരി സമയക്കുറവുണ്ട്, നമുക്കൊരു വല എടുക്കണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ നേരെ ബ്രൈഡിൻ്റെ സെക്ഷനിലേക്ക് പോയിട്ടാ. അപ്പോൾ നമുക്ക് ബ്രൈഡഡ് ലൈൻസ് ജസ്റ്റ് ഒന്ന് കാണണ്ട. ബ്രൈഡഡ് ലൈൻസിൽ കാണേണ്ട കുറേ ബ്രൈഡഡ് ലൈൻ വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നത് വെച്ചാൽ ധൂമെക്സിൻ്റെ ബ്രൈഡഡ് ലൈൻ എക്സ്ട്രാ സ്മൂത്ത് ഇട്ടാ. നല്ല സ്മൂത്ത് വെച്ചാൽ നല്ല സ്മൂത്താണ്. നമ്മൾ കാസ്റ്റ് ചെയ്ത് കുറേ മീൻ പിടിച്ച ലൈനാണ് നമുക്ക് ടെസ്റ്റിന് വന്ന സമയത്ത്. ഇത് വെറും 620 രൂപ, സോറി 520 രൂപ കേട്ടോ. 520 രൂപക്കാണ് ഈ ലൈൻ വന്നത്. പല കളറിൽ പല LBയിൽ അവൈലബിൾ ആണ്. ഇതിൻ്റെ LB ജസ്റ്റ് നമുക്ക് നോക്കാം. ഇത് 22 LB കേട്ടോ സ്പിന്നിങ്ങിന് പറ്റിയത്. ഇത് 15 LB അൾട്രാലൈറ്റിന് പറ്റിയത്. ഇത് 33 LB നമ്മുടെ അത്യാവശ്യം വെയിറ്റ് കാസ്റ്റിങ്ങിന് കൂടി പറ്റും. 33 LB. പിന്നെ 55 LB നമുക്കിവിടെ അവൈലബിൾ ഉണ്ട്. പല LB നമുക്ക് അവൈലബിൾ ഉണ്ട്. ജസ്റ്റ് കാണിച്ചു കൊടുത്തറിയാം. വൈറ്റ് വൂൾഫ് എന്ന് പറയുന്നത് അൾട്രാലൈറ്റ് അല്ല മീഡിയം ലൈറ്റ്. 18 LB റേഞ്ചിലുള്ള ബ്രൈഡ്, 12 LB, 14 LB, 20 LB, 22 LB അങ്ങനെയുള്ള പല വെറൈറ്റീസ്. 33 LB. ഈ ഒരു ഫോമില വരുന്നത് ഇങ്ങനത്തെ ഒരു കളറിലാണ് വരുന്നത്. നല്ല തിന്നായിട്ടുള്ള ലൈനാണ്. അത്യാവശ്യം കാസ്റ്റിംഗ് ഡിസ്റ്റൻസ് കിട്ടും. നമ്മൾ നേരത്തെ യൂസ് ചെയ്ത് നോക്കിയായിരുന്നു അൾട്രാലൈറ്റിൽ. അപ്പോൾ ഇതാണ് വൈറ്റ് വൂൾഫ് എന്ന് പറഞ്ഞ ബ്രൈഡ്. വെറും 350 രൂപ ഉള്ളൂ കേട്ടോ. 38 mm 33 LB കേട്ടോ. 350 രൂപേനേ ഉള്ളൂ. റേറ്റൊക്കെ വളരെ റീസണബിൾ ആയിട്ടുള്ള റേറ്റാണ് കേട്ടോ. പിന്നെ നമുക്ക് നോർമലി ഇപ്പം ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കണ വൈറ്റ് വൂൾഫ് ബ്രൈഡ് 4X 22 LB കേട്ടോ. നമ്മൾ 35 LB യൂസ് ചെയ്യണം. ഇതിന്റെ 8X ഉണ്ട് കേട്ടോ. അതിന് തന്നെ 8X ബ്രൈഡ് ലൈൻ ഉണ്ട് കേട്ടോ. വേണ്ട 60 മിനിറ്റ് കൂടുതലുണ്ട്. വേറെ അടുത്തായിട്ട് നമ്മുടെ ടൊർണാഡോ എന്ന് പറഞ്ഞ ബ്രൈഡഡ് ലൈൻ ഉണ്ട്. നമ്മുടെ ഫ്ലിക്കർ റീലിൽ കിടക്കുന്ന നമ്മുടെ കൊമോഡോ റീലിൽ കിടക്കുന്ന ബ്രൈഡഡ് ലൈനാണ്. അത്യാവശ്യം 375 രൂപയുള്ളൂ ഈ ബ്രൈഡഡ് ലൈൻ. ഇത് 45 LB കേട്ടോ. 3.5 സൈസ് 45 LB 45 LB കേട്ടോ. ഇത് ഓൾറെഡി എല്ലാവരും ഏകദേശം 375 പ്രൈസ് കിട്ടും.
55 LB-ലും 50 LB-ലും 62 LB-ലും 48 LB-ലും 87 LB-ലും ഇത് അവൈലബിൾ ആണ്. അതെ, ഇത്രയും ബ്രൈഡ് ഓൾമോസ്റ്റ് എല്ലാത്തിലും 375 രൂപയാണുള്ളൂ കേട്ടോ. ഓക്കെ, അടുത്തായിട്ട് നമ്മുടെ ലുക്കാന നാനോ ബ്രൈഡ് കേട്ടോ. 100 മീറ്റർ സ്പൂള് 400 രൂപയാണ് വരുന്നത് കേട്ടോ. നമ്മുടെ പഴയ നേരത്തേക്ക് ആളുകൾ അൾട്രാലൈറ്റിനെ യൂസ് ചെയ്യുന്നത് ബ്രൈഡൽ ലൈൻ ആയിരുന്നു. ഇതിൻ്റെ മൾട്ടി കളർ കേട്ടോ. ഇതിപ്പോൾ 8 LB ആണ് കേട്ടോ. ഇത്രയും ചെറിയ സൈസ് ബ്രൈഡൽ ലൈൻ കിട്ടല് കുറവാണ്. അപ്പോൾ അതേ അടുത്തായിട്ട് നമ്മുടെ കൊമോഡോ ലുക്കാനയുടെ കൊമോഡോ PX12 എന്ന് പറഞ്ഞ ബ്രൈഡൽ ലൈൻ ഏകദേശം 965 രൂപയാണ് ഇതിന് വില വരുന്നത് കേട്ടോ. ഇതിൻ്റെ സൈസിൻ്റെ 0.28 22.7 kg ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഡ്രാഗ് പവർ എന്ന് പറഞ്ഞാൽ ഇത് നമുക്കിവിടെ 3 സൈസിൽ അവൈലബിൾ ആണ് കേട്ടോ. 0.28 22 ഇല്ല ആ ഒരു സൈസ് നമുക്കിത് ഈ ഒരൊറ്റ സൈസിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. ബാക്കിയുള്ള എല്ലാം സ്റ്റോക്ക് ഔട്ട് ആയിരുന്നാണ് കേട്ടോ. കൊമോഡോ നമ്മുടെ ബ്രൈഡൽ ലൈൻ കേട്ടോ. ഓക്കെ, PX12 ഉണ്ട്. അപ്പോൾ അതേ അടുത്തായിട്ട് നമുക്ക് ലുക്കാനയുടെ PX60 എന്ന് പറയുന്ന ഒരു ബ്രൈഡൽ ലൈൻ സ്റ്റോൺ ഐലൻഡ് കേട്ടോ. 40 LB 0.28 mm കേട്ടോ. 16 സ്ട്രാൻഡിലാണ് ഈ ബ്രൈഡൽ ലൈൻ വരുന്നത് കേട്ടോ. ഗ്രീൻ കളറിലാണ് വന്നിരിക്കുന്നത്, സിംഗിൾ കളറാണ്. ഓക്കെ, അപ്പോൾ അതേ അടുത്തായിട്ട് നമുക്ക് റെനോ PX9 എന്ന് പറയുന്ന ബ്രൈഡൽ ലൈൻ ലുക്കാനയുടെ ഏകദേശം 900 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. 150 മീറ്ററോളം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് 35 LB-ലും 45 LB-ലും 40 LB-ലും നമുക്കിവിടെ അവൈലബിൾ ആണ് കേട്ടോ. നല്ല അത്യാവശ്യം നമുക്ക് റിസൾട്ട് കിട്ടിയ ലൈനാണ്, സ്മൂത്ത് ലൈനാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് കാണിച്ചത് 45 LB ഉണ്ടത്. ഇതാണ് ഐറ്റം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് ബ്രൈഡൽ ലൈൻ. 900 രൂപയുടെ ഇതിന് വരുന്നത്. 150 മീറ്ററോളം ഉണ്ട് കേട്ടോ. നമുക്ക് ഈ ബ്രൈഡൽ ലൈൻ വരുന്നത് 45 LB കേട്ടോ. 40 LB-ലും 35 LB-ലും ഇവിടെ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്തായിട്ട് നമുക്ക് ബ്ലാക്ക് മാമ്പ അൾട്രാലൈറ്റ് നമ്മൾ യൂസ് ചെയ്യണതിൻ്റെ വലിയ സൈസ് ബ്രൈഡൽ ലൈൻ കേട്ടോ. അത് ഓൾറെഡി അവൈലബിൾ ആണ്. 430 രൂപ വെച്ച് വരുന്നുള്ളൂ കേട്ടോ. ഇതിൻ്റെ പ്രൈസ് 31 LB 31 LB കേട്ടോ. അത് 20 31 LB സ്പിന്നിങ്ങിലേക്കൊക്കെ നമുക്ക് അത്യാവശ്യം യൂസ് ചെയ്യാം. 52 LB 34-ൽ 52 LB കേട്ടോ. അത് 430 തന്നെ. 47 LB വരും 0.30 സൈസിൽ കേട്ടോ. ഓക്കെ, അപ്പോൾ അതേ ഓൾറെഡി നമ്മൾ റിസ്റ്റർ എന്ന് പറഞ്ഞാൽ അൾട്രാലൈറ്റ് ഷാഡോ ഓൾറെഡി ഞാൻ ഈ കളർ എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം കലക്കവെള്ളം മീനടിക്കാൻ വേണ്ടി തന്നെയാണ് നമ്മൾ ഈ കളർ തിരഞ്ഞെടുക്കുന്നത് കേട്ടോ. നല്ല റിസൾട്ടുള്ള ഒരു കളറാണ്. നമുക്ക് കലക്കവെള്ളത്തിലും നല്ല വെള്ളത്തിലും അടിക്കും. നമ്മൾ കലക്കവെള്ളത്തിൽ നിന്ന് എന്തായാലും കളർ ട്രൈ ചെയ്യണം. നമുക്ക് റിസ്റ്ററിൽ രണ്ട് കളർ ഷാഡിൽ നമുക്ക് മീൻ അടിച്ചായിരുന്നു. നമ്മൾ ഇതും കൂടി നമ്മൾ സ്വന്തം ആവശ്യം വേണ്ടി എടുക്കുന്നുണ്ട്. വേറെ 2 ഐറ്റം എടുക്കുന്നത് കാണിച്ചു തരാം. ഓക്കെ അല്ലേ? അപ്പോൾ അതേ അടുത്ത് നമ്മൾ എടുക്കുന്ന സ്പൈനിയുടെ കുഞ്ഞ് അൾട്രാലൈറ്റ് ഷാഡ് ഭയങ്കര ചെറിയ സൈസിൽ ഓൾറെഡി വറ്റ പിന്നെ ചെമ്പല്ലിക്കുഞ്ഞും ബ്രാലും നമുക്ക് അടിച്ചായിരുന്നു. നമ്മൾ ഓൾറെഡി ഇതിനെ കളർ കണ്ടാൽ തന്നെ അറിയാം. നമ്മൾ ഓൾറെഡി ഈ കലക്കവെള്ളത്തിന് കണക്കാക്കി ഇതിന് എടുക്കുന്നതിന് നമുക്ക് ഡാർക്ക് വാട്ടറിലും ഇത് അത്യാവശ്യം റിസൾട്ട് ഇടാം. നമ്മൾ ഇതുകൂടി എടുക്കണ്ട, ഒരൈറ്റം കൊണ്ട് എടുക്കേണ്ട കാണിച്ചു തരാം. അപ്പോൾ അതേ അടുത്തായിട്ട് നമുക്ക് എടുക്കുന്ന സ്പൈനിയുടെ തന്നെ വലിയ സൈസ് ഷാഡ് ഇതാ. ഇതും നമുക്ക് ഓൾറെഡി നമ്മൾ ഈ കളർ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി എന്തോ ഒരു ഡൗട്ട് തോന്നും. പക്ഷെ വേറെ ഒന്നുമില്ല, കലക്കവെള്ളവും കറുത്ത വെള്ളമാണ് നമ്മുടെ പൊതുവെ എറണാകുളം സൈഡിലുള്ള. നമുക്ക് റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല ബ്രൈറ്റ് കളറുകളാണ്. പിന്നെ ചെറിയ സൈസിൽ അടിച്ചേട്ടാ. പക്ഷെ നമ്മളെന്തായാലും വലിയ സൈസിൽ എടുത്ത് ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഇത്രയുള്ള വീഡിയോ അടുത്ത വീഡിയോയിൽ കൊണ്ട് കാണാം. ബൈ.